അക്രമിയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞ പോലീസുകാരൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ പിരിച്ചെടുത്ത സഹായധനം നൽകിയില്ലെന്ന് ആക്ഷേപമുയരുന്നു. മരണമടഞ്ഞ പോലീസുകാരൻ്റെ ഭാര്യ ഇത് സംബന്ധിച്ച് പരാതി നൽകി. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ തട്ടുകടയിൽ നടന്ന അക്രമം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അക്രമിയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ ചിറയിൽ വീട്ടിൽ ശ്യാമിൻ്റെ ഭാര്യ അമ്പിളിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. 10 ലക്ഷം രൂപയാണ് നമുക്ക് അവരുടെ ചെക്ക് തന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഇതിന് തർക്കമുണ്ട്, ഇത് പകുതി പൈസയും അവിടെ ശ്യാമേട്ടൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും ഞാനും പിള്ളേരും അമ്മയൊക്കെ ഉൾപ്പെടുന്നതാണല്ലോ, അത് ആരാണ് വേറെ തർക്കം പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് അവർ അത് പറയുന്നില്ല. അപ്പം ഞാൻ എന്നോട് എന്നിട്ട് ഇവർ പറഞ്ഞ്, നമ്മുടെ സാറ് പറഞ്ഞു ഇത് പകുതി തർക്കം ഉണ്ടെങ്കിൽ പകുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയായിരുന്നു, ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്ത് പോയായിരുന്നു. പോയപ്പം സാറ് പറഞ്ഞ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പകുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് അവരോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തരാൻ പറയാൻ പറഞ്ഞു. നമ്മുടെ ജില്ലാ പോലീസ് മേധാവി സാറിൻ്റെ അടുത്തും നമ്മുടെ VN വാസവൻ സാറല്ലേ, സാറിനെ പോയി കണ്ടായിരുന്നു ഞാൻ. ഈ 2 പേരുടെ അടുത്താണ് പരാതി പറഞ്ഞത്. സാറ് അവരുമായിട്ട് അന്വേഷിച്ചിട്ട് സംസാരിച്ചിട്ട് എന്നോട് പറയാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. മന്ത്രി VN വാസവനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പോലീസ് അസോസിയേഷൻ്റെ പേരിൽ പിരിച്ചെടുത്ത 10 ലക്ഷം രൂപയാണ് അവകാശികളായ അമ്പിളിക്കും മക്കൾക്കും കൈമാറാൻ സംഘടന നിലവിൽ വിസമ്മതിച്ചത്. ഭർത്താവിൻ്റെ അമ്മയ്ക്കും അവകാശമുണ്ടെന്ന് ന്യായമാണ് ഇവർ പറയുന്നത്. അമ്മയ്ക്ക് അവകാശം കൊടുക്കുന്നതിന് എതിരല്ലെന്ന് അമ്പിളി വ്യക്തമാക്കിയിട്ടും പണം നൽകിയില്ലെന്നാണ് ആക്ഷേപം. ഇതിപ്പം ഞങ്ങൾ 5 അവകാശികളാണ് ഉള്ളത്. 3 മക്കളും ഞാനും ഭർത്താവിൻ്റെ അമ്മയുണ്ട്. ഇത് ഞങ്ങൾക്ക് ഈ 5 പേർക്കും കൂടെ വീതം വെച്ച് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവർ ഇത്ര 1 മാസമായിട്ട് ഇവർ അതൊന്നും പറയുന്നുമില്ല. പിള്ളേരൊക്കെ 3 പേരും ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അവരൊന്നും അന്വേഷിക്കുക തിരക്കൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. മൂത്തയാൾ 10ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആൾ 7ലും, ഇളയത് 5ാം ക്ലാസ്സിലും. 2 പെണ്ണും 1 ആണും. മുന്നോട്ട് ഉള്ള ജീവിതവും പിന്നെ ഒരു വീടില്ല, സ്ഥലം മേടിക്കണം. ഇതെൻ്റെ പേരിലല്ല ഈ സ്ഥലമൊന്നും കിടക്കുന്നത്. നമ്മളോട് എപ്പോൾ ഇറങ്ങാൻ പറഞ്ഞാലും നമ്മൾ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടവരല്ലേ എല്ലാവരും. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന ശ്യാമിൻ്റെ നിർധന കുടുംബം നിലവിൽ നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന സ്ഥിതിയിലാണ് ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. കുടൽ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകുവാനോ മരുന്ന് വാങ്ങി നൽകുവാനോ ഇവർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ നവംബർ 24-ന് പോലീസ് ക്ലബ്ബിൽ വെച്ച് 10 ലക്ഷം രൂപയുടെ ഡെമോ ചെക്ക് ജില്ലാ പോലീസ് മേധാവി അമ്പിളിക്ക് കൈമാറിയിരുന്നു. എന്നാൽ നിലവിൽ 1 മാസമായിട്ടും ഈ പണം കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. പ്രഷറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്ന അമ്പിളി കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ്.